السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, ഖുർആനിൻ്റെ അകമ്പൊരുൾ എന്ന പങ്ക്തിയിൽ നമ്മൾ മറ്റൊരു അധ്യായത്തിൻ്റെ കൂടെയാണ് ഇന്ന്. 15-ാമത്തെ അധ്യായം അൽ ഹിജ്ർ, സൂറത്തുൽ ഹിജ്ർ നമ്മൾ പറയും. 99 വചനങ്ങളാണ് ഈ സൂറയിലുള്ളത്. 99 വചനങ്ങൾ, 2797 ഹർഫുകൾ, അക്ഷരങ്ങളുണ്ട്, ഹംസ അല്ലാത്തതാണ്. അതുപോലെ 655 വാക്കുകളാണ് ഈ സൂറയിലുള്ളത്. 655 കലിമത്തുകൾ. 262 മുതൽ 267 വരെയാണ് ഖുർആൻ മറിച്ച് നോക്കിയാൽ പേജുകൾ. 262-ാമത്തെ പേജിൽ തുടങ്ങി 267-ാമത്തെ പേജിൽ അവസാനിക്കുന്നുണ്ട്. 14-ാമത്തെ ജുസിലാണ് ഇത് തുടങ്ങുന്നതും അവസാനിക്കുന്നതുമൊക്കെ. അതുപോലെ 27-ാമത്തെ ഹിസ്ബാണ് ഇത്. അതൊക്കെ ഖുർആൻ മറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൂറത്തുൽ ഹിജ്ർ എന്ന് എഴുതിയതിൻ്റെ ആ പേജിൽ തന്നെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പുതിയ കാര്യം ഞാൻ പറഞ്ഞു തരില്ല, പക്ഷേ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ്. മക്കിയാണ് ഈ സൂറത്ത്. നമുക്കറിയാം, നമ്മൾ സൂറത്തുർ റഅദ് കഴിഞ്ഞു. സൂറത്തുർ റഅദിൽ നിന്ന് നമ്മൾ പുറത്തു വന്നത് ശക്തമായ ഈമാൻ, അതുപോലെ തന്നെ അതിരൂഢമൂലമായ വിശ്വാസത്തോടെ അതിശക്തമായ യഖീനോട് കൂടിയാണ്. ഈമാനും യഖീനുമാണല്ലോ നമുക്ക് ആവശ്യം. സൂറത്തുർ റഅദ് നമുക്കതാണ് തന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കി, ഈ ദീനല്ലാത്ത, ഇസ്ലാം അല്ലാത്തതൊക്കെ ബാത്തിലാണ്. ബാത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതിന് യാതൊരു വാല്യൂ ഇല്ല, അത് നശിച്ചു പോകും. എന്നാൽ ഹക്കാണെങ്കിലോ, ഇസ്ലാം ഹക്കാണ്. ആ ഹക്ക് സാബിത്താണ്, ബാക്കിയാണ്, അതെന്നും സ്ഥിരമായിരിക്കും, അത് അവശേഷിക്കും എന്ന്. അതിനുശേഷം റഅദ് കഴിഞ്ഞിട്ട് നമ്മൾ ഇബ്രാഹിമിലേക്കാണ് വന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം, സൂറത്ത് ഇബ്രാഹിം നമ്മളെ പഠിപ്പിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രമല്ല, മറിച്ച് എങ്ങനെയാണ് നമുക്ക് സബാത്ത് ഉണ്ടാവുക, സ്ഥൈര്യമുണ്ടാകുക, എങ്ങനെയാണ് ശക്തിയുള്ള ഈമാൻ ഉണ്ടാവുക. അതിന് നമുക്ക് എന്ത് വേണം? അതിന് നല്ല മോഡൽസ് വേണം. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു നല്ല മോഡലാണ് എന്ന് സൂറ ഇബ്രാഹിം നമുക്ക് പഠിപ്പിച്ചു തന്നു, അല്ലേ? ഉമ്മത്തൻ എന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. എല്ലാ വിഷയത്തിലും അദ്ദേഹം ഉമ്മത്തായിരുന്നു, ശക്തമായ മാതൃകയായിരുന്നു. നമ്മളത് വളരെ വിശദമായി അവിടെ വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് ശേഷമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറ ഹിജ്റിലേക്ക് എത്തിയിട്ടുള്ളത്. സൂറ ഹിജ്റ നമ്മോട് പറയുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നിങ്ങൾ സൂറ റഅദിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസം ദൃഢമാക്കി, ഈമാനും യഖീനും ശക്തമാക്കി. സൂറ ഇബ്രാഹിമിലൂടെ വന്നപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു മാതൃകാ പുരുഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മാർഗത്തിൽ നിലകൊള്ളാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് ഘട്ടത്തിലും, ഏത് സന്ദർഭത്തിലും, ഏത് കാലഘട്ടത്തിലും അഹ്ലുൽ ബാത്തിൽ, അസത്യത്തിൻ്റെ കക്ഷി നിങ്ങളെ നേരിടും. അവർ കളവാക്കും, നിങ്ങളെ അവർ ആക്രമിക്കും, അവർ പ്രയാസപ്പെടുത്തും, നിങ്ങൾക്കവർ ഇടുക്കമുണ്ടാക്കും. ഇതാണ് ദഅവത്തിൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത്. ദഅവത്തിൻ്റെ രീതി ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാകണം? സബറുണ്ടാകണം. സബറാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെ നിങ്ങൾ ആ സബറിലാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം ഒരുക്കുമെന്നാണ് ഹിജ്ർ നമ്മളോട് പറയുന്നത്. വല്ലാത്ത സംരക്ഷണം. അത് നമുക്ക് ഈ സൂറയിലൂടെ കടന്നു പോകുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. സൂറത്ത് ഹിജ്ർ അലിഫ് ലാം റാ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, അലിഫ് ലാം റാ ഫാമിലിയിൽപ്പെട്ടതാണ് സൂറത്ത് ഹിജ്ർ എന്ന് നമുക്ക് പറയാം. അലിഫ് ലാം റാ ഫാമിലിയിൽ ഉള്ള എല്ലാ അധ്യായങ്ങളും, ഹിജ്ർ അല്ലാത്ത എല്ലാ അധ്യായങ്ങളും പ്രവാചകന്മാരുടെ നാമത്തിലാണ്. യൂനുസ് നബി, ഹൂദ്, യൂസുഫ്, ഇബ്രാഹിം, ഇതാരാണ് അലിഫ് ലാം റാം. ഇതല്ലാത്ത, ഈ സൂറയല്ലാത്ത ബാക്കിയൊക്കെ പ്രവാചകന്മാരുടെ, നബിമാരുടെ പേരിലാണ്. എന്നാൽ ഇത് ഒരു നബി താമസിച്ചിരുന്ന സ്ഥലമാണ് ഹിജ്ർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതല്ലാത്തതൊക്കെ പ്രവാചകന്മാരുടെ പേരിലാണ്. അലിഫ് ലാം റാ തുടങ്ങുന്ന എല്ലാ സൂറത്തുകളും. ഹിജ്ർ എന്ന് ഈ സൂറത്തിന് പേര് കിട്ടാനുള്ള കാരണം, ഇതിൻ്റെ 80 മുതൽ 84 വരെയുള്ള വചനങ്ങളിൽ ഹിജ്ർ നിവാസികളുടെ കഥയുണ്ട്.
ഹിജ്ർ നിവാസികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സൂറ അൽ ഹിജ്ർ എന്ന് പറഞ്ഞത്. ഹിജ്ർ എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യയിൽ മദീനയിൽ നിന്ന് തബൂക്കിലേക്കുള്ള റോഡിൽ ഒരു 515 കിലോമീറ്റർ ചെന്നാൽ തൈമ എന്നൊരു പട്ടണമുണ്ട്. അതിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലമടക്കുകൾ നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് അൽ ഹിജ്ർ. സാലിഹ് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയായ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. മലകളിൽ പാറകൾ തുരന്നായിരുന്നു അവർ വീടുണ്ടാക്കിയിരുന്നത്. ഹിജ്ർ മദാഇൻ സാലിഹ് എന്ന പേരിൽ ഇന്ന് അതറിയപ്പെടുന്നുണ്ട്. സൗദി അറേബ്യയിലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള അൽ ഉല ഗവർണറേറ്റിലാണ് ഈ സ്ഥലമുള്ളത്. ഇതിന്നൊരു പുരാവസ്തു കേന്ദ്രമാണ്. നബാത്തിയൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ള ഒരു യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി അംഗീകരിച്ചു. ചരിത്രപരമായി കല്ലറകളും ശില്പങ്ങളുമൊക്കെ ഇവിടെ കാണാം. മാത്രമല്ല സൗദി അറേബ്യയുടെ ആദ്യത്തെ ലോക പൈതൃക സ്ഥലമാണ് ഇത്. ഈ ഹിജ്റുകാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. സൂറത്ത് ആറാഫിലുണ്ട്, സൂറത്ത് ഷുഅറയിലുണ്ട്, നമ്മളിപ്പോൾ ഉള്ള സൂറത്ത് ഹിജ്റിലുമുണ്ട്. അവരുടെ പേരിൽ തന്നെ ഒരു സൂറ വരുമ്പോൾ, ഒരു അധ്യായം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ അതിൻ്റെ പ്രത്യേകത. മനോഹരമാണ് ഈ സ്ഥലം. ഇപ്പോൾ അൽ ഉലയിൽ നിന്ന്, മദീനയിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ വടക്കാണ് അൽ ഉല എന്ന പ്രദേശമുള്ളത്. അവിടുന്ന് 22 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ മദായിൻ സാലിഹ് എന്ന സ്ഥലത്തെത്താം. 13.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ പ്രദേശത്ത് ചെറുതും വലുതുമായ 132ഓളം പാറകൾ തുരന്നുണ്ടാക്കിയിട്ടുണ്ട്. ഈ കല്ലറുകളും ഇവിടുത്തെ കിണറുകളും നബത്തികളുടെ വാസ്തുശില്പ നിർമ്മാണ നൈപുണ്യം വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരുപാട് ലിഖിതങ്ങളും ചിത്രകലകളുമൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് സത്യത്തിൽ ഇതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ വിശുദ്ധ ഖുർആൻ സത്യമാണ്, ദൈവീകമാണ് എന്ന് സത്യത്തിൽ വ്യക്തമാക്കുന്ന വളരെ ശക്തമായ ഒരു തെളിവാണ് ഈ ഹിജ്ർ എന്ന പ്രദേശം. അതാണ് ഹിജ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ മുമ്പത്തെ അധ്യായം ഇതിന് തൊട്ട് മുമ്പുള്ളത് ഇബ്രാഹിം അധ്യായമാണല്ലോ. ഇത് രണ്ടിൻ്റെയും ഉള്ളടക്കത്തിൽ സാദൃശ്യമുള്ളതായി നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് രണ്ടിൻ്റെയും ആരംഭം ഖുർആനെ വിശേഷിപ്പിക്കുന്ന ആയത്തുകളാണ്. അന്ത്യനാളിൽ സത്യനിഷേധികളുടെ ദുരവസ്ഥ 2 സൂറകളിലും പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ ആകാശഭൂമികളെ സംബന്ധിച്ച വിവരണം, ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കൽ, ഇതൊക്കെ ഈ 2 അധ്യായങ്ങളിലും ഇബ്രാഹിമിലുമുണ്ട്, ഹിജ്റിലുമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, രണ്ടിൻ്റെയും ഉള്ളടക്കത്തിൽ ചില സാദൃശ്യങ്ങളുണ്ട് എന്ന്. ഈ ഹിജ്ർ എന്ന ഈ അധ്യായത്തിൽ പ്രവാചകന്മാരുടെ മതപ്രബോധനം ചർച്ചയായിട്ടുണ്ട്. സത്യത്തോട് നിഷേധഭാവം നടിച്ചിരുന്ന നിർഭാഗ്യവാന്മാരായ നിഷേധികളിൽ നിന്ന് എന്നും പ്രവാചകരോട് ഒരേ പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. അത് എല്ലാ പ്രവാചകരോടും ഒരേ രീതിയായിരുന്നു. കളവാക്കുക, നിഷേധിക്കുക, അവഹേളിക്കുക, പരിഹസിക്കുക, അസഭ്യങ്ങൾ പറയുക, ആക്രമിക്കുക, ഇങ്ങനെ ഒരു പാരമ്പര്യമാണ്, കീഴ്വഴക്കമാണ്. സത്യനിഷേധികളുടെ ഒരു പാരമ്പര്യമാണ്, കീഴ്വഴക്കമാണ് എന്ന് സത്യത്തിൽ ഇത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടായി. അങ്ങനെയുള്ള ഒരു ഘട്ടം യഥാർത്ഥത്തിൽ നബിയുടെ ജീവിതത്തിൽ വന്നു. വലിയൊരു ഘട്ടം നമ്മൾ കഴിഞ്ഞ സൂറകളിലൊക്കെ ആ ചരിത്രം പറഞ്ഞുവല്ലോ, ആ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ സമയത്താണ് സത്യത്തിൽ ഇത് അവതരിക്കുന്നത്. ഇത് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സന്മാർഗ പ്രാപ്തിയാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അതിനാവശ്യമായ സകല കാര്യങ്ങളും ഖുർആനിലുണ്ട്. അതാണ് ഖുർആൻ്റെ പ്രത്യേകത. പ്രപഞ്ചം തന്നെ സത്യത്തിൽ ഒരു തുറന്ന പുസ്തകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചതുപോലും ഒരു ഖുർആനിന് തുല്യമായ ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചം. അത് മറിച്ച് നോക്കൂ, പിന്നെ ഖുർആൻ വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, പ്രപഞ്ചം എന്ന ഈ പുസ്തകത്തെ നിങ്ങളൊന്ന് മറിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. കണ്ണു തുറന്ന് നോക്കുന്നതൊക്കെയും അള്ളാഹുവിനെ കണ്ടുപിടിക്കുവാനും അത് മുഖേന സന്മാർഗത്തിലെത്താനും പര്യാപ്തമായ കാര്യങ്ങളാണ്. ആ അടിസ്ഥാനത്തിൽ ഈ സൂറയിൽ പല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെയും പരാമർശമുണ്ട്. മറ്റു സൂറകളിലൊക്കെ, പല സൂറകളിലും നമ്മൾ കണ്ടതുപോലെ. പക്ഷേ ഇതിൽ പ്രത്യേകമാണ്. ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, കാറ്റുകളെക്കുറിച്ച്, നക്ഷത്ര ഭ്രമണപഥങ്ങളെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, സസ്യങ്ങളെക്കുറിച്ച്, സസ്യസൃഷ്ടികളെക്കുറിച്ച്, മനുഷ്യസൃഷ്ടിയെക്കുറിച്ച്, ഇങ്ങനെയെല്ലാം ഇവിടെയൊക്കെ ബുദ്ധിയും ചിന്താശീലവുമുള്ള മനുഷ്യനോട് അള്ളാഹുവിനെപ്പറ്റി പറയുകയാണ്.
ഈ ഈ ഈ ഇത്തരത്തിലുള്ള സൃഷ്ടികളിലൂടെയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കണം സത്യം എന്നാണ് ഈ അധ്യായം നമ്മോട് പ്രത്യേകിച്ച് പറയുന്നത്. നോക്കൂ, നമുക്കറിയാം വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന ഘട്ടം ഇത് മക്കിയായ സൂറത്താണ്, മക്കക്കാരുള്ള സമയമാണ്. നോക്കൂ, മക്കക്കാർ സിറിയയിലേക്ക് കച്ചവടത്തിന് പോയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. അവരൊക്കെ ഈ വഴിയിലൂടെയാണ് കടന്നുപോയിരുന്നത്. ഹിജ്ർ എന്ന വഴിയിലൂടെയാണ് അവർ കടന്നുപോയിരുന്നത്. മദിയനിലൂടെ അവർ കടന്നുപോയിരുന്നു. ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ നാടായിരുന്ന സദ്ദൂമിലൂടെ അവർ കടന്നുപോയിരുന്നു. അപ്പോൾ ആ നിഷേധികളുടെയൊക്കെ ദയനീയമായ പരിണിതിയാണ് ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഖുറൈശികൾ ശ്രദ്ധിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മക്കി സൂറകളിൽ ഇതൊക്കെ പറയാനുള്ള കാരണം എന്നുകൂടി നാം മനസ്സിലാക്കണം. ഹിജ്ർ എന്ന പദത്തിന് ഒരുപാട് ആശയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, അതൊരു പ്രദേശത്തിൻ്റെ പേരാണ്. അതോടൊപ്പം നമുക്കറിയാം ഹജർ നമുക്കറിയാം കല്ലാണ്. ഹജറ എന്ന് പറഞ്ഞാൽ തടസ്സം നിന്നു എന്നാണ്. ഹിജാറത്തിൽ നിന്നായിരിക്കും ഈ ഹിജ്ർ വന്നത്. പർവ്വതങ്ങൾ തുരന്നല്ലോ അവർ, അല്ലെങ്കിൽ പൊട്ടിച്ച് അവിടെ വലിയ വലിയ ഉന്നത കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയല്ലോ. അവർ താമസിച്ച ആ പ്രദേശത്തിൻ്റെ ആ ഒരു സുരക്ഷിതത്വമായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് ഈ ഹിജ്ർ അവരെ സംരക്ഷിക്കും എന്ന് തന്നെയായിരുന്നു. അതാണ് അവർ പലപ്പോഴും ആലോചിച്ചിരുന്നതും. അതാണ് അവരുടെ വലിയ കോട്ടകൾ, പർവ്വതങ്ങൾ തുരന്നുണ്ടാക്കിയ അവരുടെ കോട്ടകൾ അവരെ അള്ളാഹുവിൽ നിന്ന് തടയും, അള്ളാഹുവിൽ നിന്ന് സംരക്ഷിക്കും എന്ന് അവർ വിചാരിച്ചിരുന്നു. അവർ വിചാരിച്ചത് ഒരു ഭൂകമ്പവും ഞങ്ങളുടെ ഈ വലിയ കോട്ടയെ ഒരിക്കലും ബാധിക്കുകയില്ല എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് അവർ സ്വയം നിർമ്മിക്കാതെ അള്ളാഹു നിർമ്മിച്ച പർവ്വതങ്ങളെ തുരന്നാണ് അവരുടെ വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. കാരണം അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്നായിരുന്നു അവരുടെ ധാരണ. പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വന്നപ്പോൾ അതൊന്നും സത്യത്തിൽ അവരെ സംരക്ഷിച്ചില്ല എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ 84-ാമത്തെ വചനത്തിൽ ഇത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ അവരുടെ ഈ പർവ്വത സമാനമായ ഈ വീടുകളൊന്നും തന്നെ അവർ സംരക്ഷിച്ചില്ല. ഫമാ അഗ്നാ അൻഹും മാ കാനൂ യക്സിബൂൻ, അവർ ഉണ്ടാക്കിയതൊന്നും തന്നെ അവർക്കൊരു ഉപകാരവും ചെയ്തില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിൽ പറയാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു തരത്തിലുള്ള ഭൗതികമായ മാധ്യമങ്ങളെ കൊണ്ടും അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഒരു തരത്തിലുള്ള ഭൗതികമായ മാധ്യമങ്ങളും നിങ്ങളെ സംരക്ഷിക്കുകയില്ല. നിങ്ങൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, അത് ഇസ്ലാം മാത്രമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഈ സൂറയിലൂടെ അള്ളാഹു ഒരുപാട് ചരിത്ര സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. സഹോദരന്മാരെ, ഇതറങ്ങിയ പരിതസ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. വിശുദ്ധ ഖുർആൻ ഇതുവരെയുള്ള സൂറകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റത്ത് പോകുന്നതിന് തൊട്ട് മുമ്പാണ് സൂറത്ത് യൂസുഫിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇതിറങ്ങുന്നത്. അഥവാ ഹിജ്റയുടെയും ആമുൽ ഹുസ്ൻ ദുഃഖവർഷം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഇതിറങ്ങുന്നത്. ഖുറൈശികൾ വല്ലാതെ ധൈര്യം കാണിച്ച ഒരു സമയമായിരുന്നു. ഞാൻ കഴിഞ്ഞ സൂറ വിശദീകരിക്കും പറഞ്ഞതുപോലെ അബൂ താലിബിൻ്റെയും ഖദീജയുടെയും മരണാനന്തരം ഖുറൈശികൾക്ക് വല്ലാതെ ധൈര്യം വന്ന സന്ദർഭമായിരുന്നു. അവർ വല്ലാതെ നബിയെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും ചെയ്ത സന്ദർഭമായിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഈ സൂറത്ത് ഹിജ്ർ അതിലെ സംഭവങ്ങളും ഒക്കെ പറയുന്നത്. അതൊക്കെ ഇവിടെ സത്യത്തിൽ ഒരുപാട് അള്ളാഹുവിനെ കളവാക്കിയ ഒരുപാട് ആളുകളുടെ പതനം ഈ സൂറയിലുണ്ട്. ആ പതനം ഇവിടെ വിശദീകരിച്ചത് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു താക്കീത് എന്ന നിലക്ക് തന്നെയാണ്. അതാണ് ഈ സൂറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സമാധാനമാണ്, നബിയെ പിന്തുണക്കലാണ്. നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ദഅവത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം, സത്യം നിങ്ങൾ തുറന്നു പറയണം, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുർബലരാകേണ്ടതില്ല, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ കൃത്യമായി ഈ സൂറ പറയുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സൂറത്ത് ഇബ്രാഹിം ഞാൻ പറഞ്ഞുവല്ലോ, ഈ സൂറത്ത് ഇബ്രാഹിമും സൂറത്ത് ഹിജ്റും തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് എന്ന്. ചില സാദൃശ്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. മനോഹരമായ മറ്റൊരു സാദൃശ്യമാണ് രണ്ട് സൂറയും ആരംഭിച്ചത് അലിഫ് ലാം റാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. രണ്ട് സൂറത്തിൻ്റെയും ആരംഭത്തിൽ വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൂറയിലും സത്യത്തിൽ സൂറത്ത് ഇബ്രാഹിമിൽ ഈ അള്ളാഹുവിനെ കളവാക്കിയവരുടെ ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള വചനങ്ങൾ നരകശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ സൂറത്തു ഹിജ്റിലാകട്ടെ ഈ കളവാക്കിയ ആളുകൾക്കുള്ള ഖേദം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. റുബ്ബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ, കാഫിറുകൾ ആഗ്രഹിച്ചു പോകും അവർ മുസ്ലിമായിരുന്നു എങ്കിൽ എന്ന്. അതുപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിം മരിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മുജ്രിമീങ്ങൾ, കുറ്റവാളികൾ, നിഷേധികൾ, അവരുടെ ആഖിറത്തിലുള്ള അവസ്ഥ സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നുണ്ട്. എന്നാൽ സൂറത്ത് ഹിജ്റിൽ പറയുന്നത് ഈ മുജ്രിമീങ്ങൾക്ക്, കുറ്റവാളികൾക്ക് ദുനിയാവിൽ ലഭിച്ച ശിക്ഷയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിലും സൂറത്ത് ഹിജ്റിലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ സാദൃശ്യങ്ങളിൽപ്പെട്ടതാണ്. സൂറത്ത് ഹിജ്റിൻ്റെ ആരംഭവും അവസാനവും തമ്മിൽ ചില സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതും മനോഹരമായ ഒരു സംഗതിയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ദർഹും യഅ്കുലൂ വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ അതേ എന്ന് വെച്ചാൽ അവിശ്വാസികളെ അവരെ വിട്ടേക്ക്, അവർ തിന്നട്ടെ, കുടിക്കട്ടെ, സുഖിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗമാണത്. ദർഹും യഅ്കുലൂ വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ, അവർ വ്യാമോഹത്തിൽ വ്യാപൃതരാകുകയും ചെയ്തു കൊള്ളട്ടെ, പിന്നീട് അവർക്ക് മനസ്സിലായിക്കൊള്ളും എന്ന്. എന്നാൽ ഇതിൻ്റെ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ഫസ്ഫഹിസ് സഫ്ഹൽ ജമീൽ. അങ്ങനെയുള്ള ആളുകളോട് നബിയെ നിങ്ങൾ കാണിക്കേണ്ടത് മനോഹരമായ വിട്ടുവീഴ്ചയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആദ്യവും അവസാനവും തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തിൽ ഖുർആനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. തിൽകായാത്തുൽ കിതാബി വ ഖുർആനിൻ മുബീൻ എന്ന് പറഞ്ഞ് ഖുർആനിനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതേപോലെ ഇതിൻ്റെ അവസാനത്തിൽ കാണാം വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അലീം. നോക്കൂ, ആദ്യവും അവസാനവും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കാണാം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനെ നാം ഹിഫ്ള് ചെയ്യും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഖുർആനെ ഞാൻ സംരക്ഷിക്കും എന്ന് പറയുന്ന ഭാഗം. അവസാനിക്കുന്നതാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണമുണ്ട്. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സകല പരിഹാസിക്കുന്നവരിൽ നിന്നും അങ്ങയെ രക്ഷിക്കാൻ നമ്മൾ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് വല്ലാത്ത അത്ഭുതമാണ്. എനിക്ക് ഈ സൂറ വായിച്ചപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. ഇതിൻ്റെ ആദ്യവും അവസാനവും തമ്മിലുള്ള പാരസ്പര്യം വല്ലാത്ത മനോഹരമായി അനുഭവപ്പെടുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ സൂറത്തും ഈ സൂറത്തും തമ്മിലുള്ള ഒരു പാരസ്പര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ മനോഹരമായ മറ്റൊന്ന് സൂറത്ത് ഇബ്രാഹിം അവസാനിക്കുന്നത് യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്ന് പറഞ്ഞുകൊണ്ട് മുജ്രിമീങ്ങളുടെ ശിക്ഷയെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് തുടങ്ങുന്നതാകട്ടെ റുബ്ബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ശിക്ഷ നരകത്തിലുള്ള, പരലോകത്തിലുള്ള ഈ കഠിനമായ ശിക്ഷ അവർ കാണുമ്പോൾ സ്വാഭാവികമായി അവരാഗ്രഹിച്ചു പോകും ലൗ കാനൂ മുസ്ലിമീൻ, അവർ മുസ്ലിമായിരുന്നുവെങ്കിൽ എന്ന്. ഇതൊക്കെ നേരത്തെ തന്നെ അള്ളാഹു മനുഷ്യർക്ക് പറഞ്ഞു തരികയാണ് എന്നർത്ഥം. പ്രധാനമായും ഈ സൂറയിൽ പരാമർശിക്കുന്നത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബാണ് എന്ന വളരെ പരമപ്രധാനമായ ഒരു സംഗതിയാണ്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയം എന്ന് പറയുന്നത്. അതുപോലെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ 5ഓളം പ്രവാചക ചരിത്രങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന ഉറപ്പ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ദുനിയാവിൻ്റെ ഈ മായാപ്രപഞ്ചത്തിൽ പെട്ടുപോകാതെ ദഅവത്ത് നടത്തുന്നവർ ഈമാനിൽ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്ന പരാമർശം ഇതിലുണ്ട്. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. ഈ സൂറത്തിൻ്റെ മുഖ്യ പ്രമേയം എന്ത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് ബയാനു അന്നല്ലാഹ ഹുവൽ അമാൻ. അള്ളാഹു മാത്രമാണ് സംരക്ഷണം നൽകുന്നവൻ. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് സംരക്ഷണം ലഭിക്കുക എന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രധാനമായ പ്രമേയം എന്ന് പറയുന്നത്. അള്ളാഹു ഇഹത്തിലും പരത്തിലും സുരക്ഷിതത്വത്തിൻ്റെ ഉറവിടം അള്ളാഹു മാത്രമാണ്. സംരക്ഷകൻ അവനാണ്, ദാതാവ് അവനാണ്. ആളുകൾ സുരക്ഷ തേടുന്നത് അവർ നിൽക്കുന്ന വീടുകളിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതല്ല, നിങ്ങളുടെ വീടുകളല്ല സംരക്ഷണം നൽകുക, മറിച്ച് അള്ളാഹുവാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. ഈ സുരക്ഷ കിട്ടാൻ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ചില തത്വങ്ങളും നിയമങ്ങളുമുണ്ട്. ആ തത്വങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചാൽ
തീർച്ചയായും അവർക്ക് സുരക്ഷ ലഭിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല തുടർന്ന് പറയുന്നുണ്ട്, ആളുകളെ മുസ്ലിങ്ങളാകാൻ വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിൽ നിന്ന് കുറേ ആളുകൾ വ്യതിചലിച്ചു പോയി. മുസ്ലിമായാണ് ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള കാരണങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള തെറ്റായ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പാത, ഇസ്ലാമിൻ്റെ മാർഗമെന്ന് പറയുന്നത് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, അതുപോലെ വ്യതിയാനങ്ങൾ എന്നിവ നിറഞ്ഞതാണ്. അപ്പോൾ ആ മാർഗത്തിൽ അതുമാത്രമല്ല, അതോടൊപ്പം പിശാചിൻ്റെ പ്രലോഭനങ്ങളും ഇസ്ലാമിൻ്റെ പാതയിൽ വന്നു നിൽക്കും. ഒരുപാട് ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, വ്യതിയാനങ്ങൾ, പിശാചിൻ്റെ പ്രലോഭനങ്ങൾ, ഇവയൊക്കെ കൊണ്ടാണ് ഈ ലോകം അലങ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ആ പിശാചിനെ നിങ്ങൾ പിന്തുടരരുത്, നിങ്ങൾ റബ്ബിൻ്റെ കൽപ്പന പിന്തുടരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറ നമുക്ക് വലിയ ഒരു വലിയ പ്രമേയം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നോക്കൂ, വളരെ മനോഹരമായി നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുവല്ലോ, ഈ സൂറ നമുക്ക് നൽകുന്നത് സംരക്ഷണമാണ് എന്ന്. അത് നമുക്ക് ഈ സൂറയുടെ വരികളിലൂടെ പോയാൽ കാണാൻ സാധിക്കും. നോക്കൂ, ഇതിൻ്റെ പേരിൽ തന്നെ സംരക്ഷണമുണ്ട്. ഹിജ്ർ എന്നാണ്. വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്രിൽ മുർസലീൻ 80-ാമത്തെ വചനമാണ്. ഹിജ്ർ എന്ന് പറഞ്ഞാൽ ഒരു മറയാണ്, ഒരു പടുത്തുയർത്തപ്പെട്ട വലിയ മതിലാണ്, അത് സംരക്ഷണമാണ്. സത്യത്തിൽ ഇത് പല വചനങ്ങളിലും പല അധ്യായങ്ങളിലും അള്ളാഹു മനുഷ്യന് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സംരക്ഷണം, അള്ളാഹു ഹാഫിളാണ്, അള്ളാഹു റാസിഖാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമും ഫിദ്ദുനിയ വൽ ആഖിറയാണ്. ആർക്ക്? ഇസ്ലാമിനെ ഫോളോ ചെയ്തവർക്ക്, ഇസ്ലാമിനെ അംഗീകരിച്ചവർക്ക് എന്ന്. ഈ അധ്യായത്തിലൂടെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം അള്ളാഹു പറയുന്നത് ഖുർആനെ അള്ളാഹു സംരക്ഷിക്കും എന്നാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. ഈ അധ്യായത്തിലെ 9-ാമത്തെ വചനമാണത്. പിന്നീട് പറയുന്നത് ആകാശത്തെ സംരക്ഷിക്കുമെന്നാണ്. ഞാൻ പറയുന്നത് സംരക്ഷണത്തിൻ്റെ എല്ലാ ഭാഗവും ഇതിൽ പറയുന്നുണ്ട് എന്ന് പറയാനാണ്. ആകാശത്തെ സംരക്ഷിക്കും എന്ന് അള്ളാഹു പറഞ്ഞത് ഈ അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിലാണ്. വഹഫിൾനാഹ മിൻ കുല്ലി ശൈത്താനിർ റജീം എന്ന് ആകാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എല്ലാ ഷൈത്താനിൽ നിന്നും, എല്ലാ ആട്ടിയകറ്റപ്പെട്ട പിശാചുക്കളിൽ നിന്നും ആകാശത്തെ നാം കാത്തു സൂക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ 20-ാമത്തെ വചനത്തിൽ കാണാം, അള്ളാഹു മനുഷ്യന് ഭക്ഷ്യസുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ വമൻ ലസ്തും ലഹു ബിറാസിഖീൻ. 20-ാമത്തെ വചനം അതാണ്. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ വമൻ ലസ്തും ലഹു ബിഹാ റാസിഖീൻ. നിങ്ങൾക്കും നിങ്ങൾ ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്നവരല്ലാത്തവർക്കും അതിൽ നാം ഉപജീവന മാർഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യന് ഭക്ഷ്യസുരക്ഷ വാഗ്ദാനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 21-ാമത്തെ വചനത്തിൽ കാണാം, അതിമനോഹരമായൊരു വചനമാണ് 21-ാമത്തെ വചനം. അതിൽ അള്ളാഹു പറയുന്നത് വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഒരു വസ്തുവും നമ്മുടെ പക്കൽ അതിൻ്റെ ഖജനാവുകൾ ഉള്ളതായിട്ടല്ലാതെ ഇല്ല. എല്ലാത്തിൻ്റെയും സ്റ്റോറേജ് അള്ളാൻ്റെ അടുത്തുണ്ട്. ഒരു നിർണിതമായ തോതനുസരിച്ചല്ലാതെ നിങ്ങൾക്കത് നാം നൽകുന്നില്ല എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂല, നശിച്ചു പോകൂല എന്നർത്ഥം. 22-ാമത്തെ വചനം മനുഷ്യന് വെള്ളത്തിൻ്റെ സുരക്ഷിതത്വം നൽകുന്നു. 22-ാമത്തെ വചനം പറയുന്നത് അതും മനോഹരമാണ്. ഫഅസ്ഖൈനാകുമൂഹു വമാ അൻതും ലഹു ബിഖാസിനീൻ. നിങ്ങൾക്ക് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല വെള്ളത്തെ, നാമാണ് നിങ്ങൾക്ക് വെള്ളം തന്നിരിക്കുന്നത് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുരക്ഷിതത്വത്തിൻ്റെ ഒരുപാട് കഥകൾ. 23-ാമത്തെ വചനത്തിൽ കാണാം അള്ളാഹു പറയുന്നത് വഇന്നാ ലനഹ്നു നുഹ്യി വനുമീത് വനഹ്നുൽ വാരിസൂൻ. നമ്മളാണ് ജീവിപ്പിക്കുന്നത്, നമ്മളാണ് മരിപ്പിക്കുന്നത്. വനഹ്നുൽ വാരിസൂൻ, നാം എല്ലാറ്റിൻ്റെയും അനന്തരാവകാശിയും നാം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തുള്ള സുരക്ഷിതത്വം നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ നോക്കൂ, 25-ാമത്തെ വചനത്തിൽ കാണാം വഇന്ന റബ്ബക ഹുവ യഹ്ശുറുഹും ഇന്നഹു ഹകീമുൻ അലീം. അള്ളാഹുവാണ് മനുഷ്യനെ ഒരുമിച്ച് കൂട്ടുന്നത്, മറ്റാരുമല്ല എന്ന രീതിയിൽ അവിടെയും സുരക്ഷിതത്വം നമുക്ക് അനുഭവപ്പെടുന്നു.
42-ാമത്തെ വചനത്തിൽ കാണാം, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. അള്ളാഹു പറയുകയാണ്, പിശാചിൽ നിന്നുള്ള സുരക്ഷിതത്വം, എൻ്റെ അടിമ അവരുടെ അടുത്ത് നിനക്ക് യാതൊരു അധികാരവുമില്ല എന്ന് പിശാചിനോട് സംവദിക്കുന്നുണ്ട്. അഥവാ പിശാചിൻ്റെ ഷെറിൽ നിന്നുള്ള സുരക്ഷിതത്വം വിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകുന്നു. 95-ാമത്തെ വചനത്തിൽ ഏറ്റവും അവസാനമായി നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്ന വല്ലാത്ത വാഗ്ദാനം, ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. സുരക്ഷിതത്വത്തിൻ്റെ ഏറ്റവും വലിയ പാഠം, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, ആ പരിഹാസത്തിൽ നിന്നൊക്കെ നിന്നെ രക്ഷപ്പെടുത്താൻ നമ്മൾ തന്നെ മതി എന്ന്. ചുരുക്കത്തിൽ ഈ വചനം, ഈ അധ്യായം നമുക്ക് നൽകുന്നത് സുരക്ഷിതത്വത്തിൻ്റെ വല്ലാത്ത പാഠമാണ്. അത് നമ്മൾ ഓർക്കണം. യഥാർത്ഥ സുരക്ഷിതത്വം, യഥാർത്ഥ അമ്ന്, യഥാർത്ഥ സലാം, അത് ഇനി അവസാനം അതാണ് പറഞ്ഞു നിർത്തുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുക, നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതെവിടെയാണെന്ന് ചോദിച്ചാൽ, ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. വല്ലാത്തൊരു വാക്കാണത്, ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. ഈ സൂറയിലെ 46-ാമത്തെ വചനമാണ്. ഒരുപാട് സുരക്ഷിതത്വത്തിൻ്റെ കഥ പറഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾക്കൊക്കെ ശാശ്വതമായ ഒരു സുരക്ഷിതത്വമുണ്ട്. അത് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അതിലേക്ക് നിങ്ങൾ ആമിനീൻ, പൂർണ്ണ സുരക്ഷിതരായി, പൂർണ്ണ നിർഭയരായി നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ രീതിയിൽ വിശ്വാസികളുടെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ ഈ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞ്, ഇസ്ലാം മാത്രമാണ്, ഇസ്ലാമിൻ്റെ പാത മാത്രമാണ് സുരക്ഷിതത്വത്തിനുള്ള മാർഗമെന്ന് അടിവരയിട്ട് പറയുകയാണ് ഹിജ്ർ എന്ന അധ്യായം ചെയ്യുന്നത്. ഹിജ്ർ എന്ന അധ്യായത്തിൽ തന്നെ അത് പറയാൻ മറ്റൊരു കാരണവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞുവല്ലോ, ഈ ഹിജ്റുവാസികൾ വിചാരിച്ചിരുന്നത് അവരുടെ കോട്ടകൾ, അവർ പർവ്വതം തുരന്നുണ്ടാക്കിയ കോട്ടകൾ തങ്ങളെ സുരക്ഷിതമാക്കും എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അതാണ് വകാനൂ യൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ആമിനീൻ. 82-ാമത്തെ വചനത്തിൽ കാണാം, അവർ പർവ്വതങ്ങൾ തുറന്ന് സുരക്ഷിതത്വമായ വീടുകൾ അവർ നിർമ്മിക്കുകയായിരുന്നു എന്ന്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വീടുകൾ അവരെ സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, ആരാണിവിടെ സംരക്ഷിക്കപ്പെട്ടവർ, ആരാണിവിടെ സുരക്ഷിതരായവർ? അത് ഈ പ്രവാചകനെ അനുസരിച്ച്, പ്രവാചകനെ പിൻപറ്റി ഇസ്ലാമിൻ്റെ മാർഗം സ്വീകരിച്ചവരാണ് എന്ന് പറയാനാണ് ഈ അധ്യായം ശ്രമിച്ചിട്ടുള്ളത്. ഈ അധ്യായത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. ഞാനിതിൻ്റെ പുറം ഭാഗത്തുകൂടെയുള്ള ഒരോട്ടപ്രദക്ഷിണം മാത്രമാണ് നടത്തിയത്. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൃത്യമായ ഹിഫ്ളും അമ്നും സലാമും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.